ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് CH മുഹമ്മദ് കോയ ക്വിസ്. പ്രാണികളെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ഉത്തരം എൻഡമോളജി ആണ് പ്രാണികളെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ. പള്ളിവാസൽ പ്രൊജക്ട് ഏത് നദിയിലാണ്? ഉത്തരം മുതിരപ്പുഴയാറിലാണ് പള്ളിവാസൽ പ്രൊജക്ട്. ആദ്യ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഏതാണ്? ഉത്തരം വെസ്റ്റ് ഇൻഡീസ് ആണ് ആദ്യ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം. എവിടെ നിന്നാണ് ചന്ദ്രയാൻ 2 വിക്ഷേപണം നടത്തിയത്? ഉത്തരം ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ചന്ദ്രയാൻ 2 വിക്ഷേപണം നടത്തിയത്. കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നിയമസഭാ സ്പീക്കർ ആരായിരുന്നു? ഉത്തരം CH മുഹമ്മദ് കോയയായിരുന്നു കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കർ. സഡൻ ഡെത്ത് എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഫുട്ബോളുമായി ബന്ധപ്പെട്ട പദമാണ് സഡൻ ഡെത്ത്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏത് ചക്രവർത്തിയുമായി ബന്ധമുള്ളതാണ്? ഉത്തരം അശോക ചക്രവർത്തിയുമായി ബന്ധമുള്ളതാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം. ഏറ്റവും വലിയ പക്ഷിയായ ഈ പക്ഷി തന്നെയാണ് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള പക്ഷിയും. ഏതാണ് ആ പക്ഷി? ഉത്തരം ഒട്ടകപ്പക്ഷിക്കാണ് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളത്. ലോക ഭക്ഷ്യദിനം എന്നാണ്? ഉത്തരം ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന്റെ നിറം എന്താണ്? ഉത്തരം ഓറഞ്ച് നിറമാണ് വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന്. കബഡിയുടെ ജന്മനാട് ഏത് രാജ്യമാണ്? ഉത്തരം നമ്മുടെ സ്വന്തം ഇന്ത്യയാണ് കബഡിയുടെ ജന്മനാട്. ഇന്ത്യയിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത്? ഉത്തരം അസമിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലോഗോയിലുള്ള മൃഗം ഏതാണ്? ഉത്തരം സിംഹമാണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന പദ്ധതിയുടെ ലോഗോയിലുള്ള മൃഗം. സിൽവർ റെവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം മുട്ട ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് സിൽവർ റെവല്യൂഷൻ. ഇന്ത്യയിൽ ആദ്യമായി ആണവ പരീക്ഷണം നടത്തിയത് എവിടെയാണ്? ഉത്തരം പൊക്രാനിലാണ് ഇന്ത്യയിൽ ആദ്യമായി ആണവ പരീക്ഷണം നടത്തിയത്. ക്രിക്കറ്റിന്റെ ഉത്ഭവം ഏത് രാജ്യത്താണ്? ഉത്തരം ഇംഗ്ലണ്ടിലാണ് ക്രിക്കറ്റിന്റെ ഉത്ഭവമെന്ന് പറയപ്പെടുന്നത്. വൈറസ് റിസർച്ച് സെന്റർ എന്നത് എന്തിന്റെ പഴയ പേരാണ്? ഉത്തരം ICMR അഥവാ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ പഴയ പേരാണ് വൈറസ് റിസർച്ച് സെന്റർ എന്ന്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭുവായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ. ആദ്യ IPL കിരീടം നേടിയത് ഏത് ടീമാണ്? ഉത്തരം രാജസ്ഥാൻ റോയൽസ് എന്ന ടീമാണ് ആദ്യ IPL കിരീടം നേടിയത്. എത്ര വർഷം കൂടുമ്പോഴാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്? ഉത്തരം 4 വർഷം കൂടുമ്പോഴാണ് ഏഷ്യൻ ഗെയിംസ് നടക്കാറ്. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? ഉത്തരം 8 മിനിറ്റുകൾ കൊണ്ടാണ് സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുന്നത്. 2026 നടക്കാൻ പോകുന്ന ഏഷ്യൻ ഗെയിംസിന്റെ വേദി എവിടെയാണ്? ഉത്തരം ജപ്പാനാണ് 2026 നടക്കാൻ പോകുന്ന ഏഷ്യൻ ഗെയിംസിന്റെ വേദി. കോർണർ കിക്ക് ഏത് കളിയുമായി ബന്ധപ്പെട്ട പദമാണ്? ഉത്തരം ഫുട്ബോളുമായി ബന്ധപ്പെട്ട പദമാണ് കോർണർ കിക്ക്. എത്ര വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക്സ് മത്സരം നടക്കുന്നത്? ഉത്തരം 4 വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക്സ് മത്സരങ്ങൾ നടക്കുന്നത്. കാലാഹിരൻ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോൾ താരം ആരാണ്? ഉത്തരം IM വിജയനാണ് കാലാഹിരൻ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോൾ താരം.
2024 ഒളിമ്പിക്സിന്റെ വേദി പാരീസ് ആയിരുന്നല്ലോ. എന്നാൽ 2020 നടന്ന ഒളിമ്പിക്സിന്റെ വേദി എവിടെയായിരുന്നു? ഉത്തരം 2020 ഒളിമ്പിക്സിന്റെ വേദി ജപ്പാനിലെ ടോക്കിയോ. വിദ്യാഭ്യാസ ചാനലായ കൈറ്റ് വിക്ടേഴ്സ് ചാനൽ പ്രവർത്തിക്കുന്നത് ഏത് ഉപഗ്രഹ സഹായത്താലാണ്? ഉത്തരം എഡ്യൂസാറ്റ് എന്ന ഉപഗ്രഹ സഹായത്താലാണ് വിദ്യാഭ്യാസ ചാനലായ കൈറ്റ് വിക്ടേഴ്സ് പ്രവർത്തിക്കുന്നത്. ഭാരത സർക്കാർ നൽകുന്ന പരമോന്നത സിവിലിയൻ ബഹുമതി ഏതാണ്? ഉത്തരം ഭാരതരത്നയാണ് ഭാരത സർക്കാർ നൽകുന്ന പരമോന്നത സിവിലിയൻ ബഹുമതി. ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഉത്തരം 9899. ആദ്യമായി സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായ കേരളത്തിലെ നഗരം ഏതാണ്? ഉത്തരം എറണാകുളമായിരുന്നു ആദ്യ സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായ കേരളത്തിലെ നഗരം. ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നത്? ഉത്തരം ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയും ഏറ്റവും വലിയ 3 അക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഉത്തരങ്ങൾ അറിയാവുന്നവർ വേഗം തന്നെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.